ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോണത് പാപ്പുവിനെ എന്ന ഒരു സുന്ദര കുട്ടപ്പനാക്കാൻ പോകുന്നതാണ്. നമ്മുടെ ഈ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നോക്കണേ. പാപ്പുവിൻ്റെ ഞാൻ ചോദിച്ചേ, നിങ്ങളുടെ താടിയും മുടിയും വെട്ടാൻ പോണ്, മീശയൊക്കെ എടുക്കാൻ പോണെന്ന്. അപ്പം പാപ്പു പറയല്ലേ, താടിയും മുടി വെട്ട്, താടിയും മീശയും വെച്ചേര്, കുറച്ച് വെച്ചരേ. പിന്നെ ഞാൻ വിചാരിച്ച് പാവല്ലേ പറഞ്ഞത്, അവരെ ആഗ്രഹം നിറവേറ്റാന്ന് പറഞ്ഞ് കുറച്ച് മീശയും കുറച്ച് താടിയും വെച്ചിട്ട് ബാക്കിയെല്ലാം വെട്ടി, മുടിയൊക്കെ വെട്ടി അവരെ കുട്ടപ്പനാക്കി എടുത്തു. പക്ഷേ ഈ താടിയൊക്കെ നേരത്തെ പാപ്പു വയ്ക്കൂലായിരുന്നേ. ഈ വയ്ക്കാൻ കാരണം എൻ്റെ ചേട്ടൻ ഇങ്ങനെയാണ് താടിയൊക്കെ വയ്ക്കുന്നത്. അതുകൊണ്ട് പാപ്പുവും മോനും ഒരുപോലെ മുടി ഇരിക്കട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ച് കൊടുത്താണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഇവിടെ കൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, നല്ലതായിരിക്കണം. അത് എപ്പോഴും കളിയാക്കും അവരൊക്കെ പറഞ്ഞ്, പാപ്പനും മോനും ഒരുപോലെ മീശ വെച്ചിരിക്കണമെന്നൊക്കെ. പക്ഷേ പാപ്പുൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, കണ്ണാടി കൊണ്ട് കാണിച്ചു കൊടുത്ത് ചോദിച്ചു, കൊള്ളാമോ? കൊള്ളാം എന്നും പാപ്പുവിനും ഇഷ്ടമായിട്ട്. പിന്നെ അങ്ങനെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് അങ്ങ് വെച്ച് കൊടുക്കും. പാപ്പുവിന് ഏച്ചു പോയി വെട്ടാനൊന്നും പറ്റത്തില്ലല്ലോ, എണീറ്റ് പോയി വെളിയിൽ പുറത്തൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ തന്നെ വെട്ടി കൊടുക്കലാണ്. മുടി വെട്ടാൻ ഇന്നെന്തോ സമ്മതിച്ച്, നല്ല മൂഡിലാണ് ആശായിരിക്കുന്നത്. ഈ ട്രിമ്മർ നല്ല മുടിയൊക്കെ വെട്ടാൻ നല്ല ഈസിയാണ് കേട്ടോ. മുടി നല്ല അറ്റുപോകും, പെട്ടെന്ന് വെട്ടുമ്പോഴേ അറ്റുപോകും. നല്ല വിലപിടിപ്പുള്ള ട്രിമ്മറാണെന്ന് തോന്നുന്നു. എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട് വെളിനാട്ടിൽ നിന്ന് വാങ്ങിയിട്ട് വന്നതാണ്. പിന്നെ അവരെ യൂസിന് മാത്രം തന്നെ ആ ട്രിമ്മർ എടുക്കാറുള്ളൂ, വേറെ ആർക്കും എടുക്കാറില്ല. എന്നാൽ ഞാൻ തന്നെ യൂസ് ചെയ്യണോണ്ട് അങ്ങ് തുടച്ച് കൊണ്ട് അങ്ങ് വയ്ക്കും. വെട്ടാൻ സമയത്ത് തന്നെ ചാർജ് ഇട്ട് അങ്ങനെ വെട്ടണത് നല്ല നല്ല ട്രിമ്മറാണ്. പിന്നെ പാപ്പുവിന് ഗുളികയൊക്കെ കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. ഗുളിക കഴിക്കുന്ന സമയത്ത് ചില നല്ല മൂഡിലല്ലായിരിക്കും, ചില ടൈം കുഴപ്പമില്ല, നല്ല മൂഡായിരിക്കും. പിന്നെ എങ്ങനെയും കുടിപ്പിക്കണമല്ലോ. ഗുളിക കുറച്ചുണ്ട് കേട്ടോ. ഷുഗറിനുള്ള ഗുളികയുണ്ട്, മൂത്രം പോവാൻ തടസ്സമായിരിക്കണല്ലേ ആ ഗുളിക. രാവിലെ ഒരു മോഡലാണ്, വൈകുന്നേരം ഇനിയൊരു മോഡൽ. അങ്ങനെ പഴുപ്പുള്ളതുകൊണ്ടാണ്. പിന്നെ ഈ മൈൻഡൊക്കെ ശരിയാവാൻ വേണ്ടിയിട്ട് ഗുളികയുണ്ട്. പിന്നെ ഗ്യാസിൻ്റെ, അങ്ങനെ ഒത്തിരി ഗുളികയൊക്കെ ഉണ്ട്. പിന്നെ എല്ലാം പൊടിച്ചാണ് കൊടുക്കുന്നത്. അവർ വായിൽ വിഴുങ്ങാൻ പറ്റത്തില്ല. ഗുളിക തൊണ്ടയിലിരിക്കും, അടുത്ത് തുപ്പിക്കളയും, അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കൊച്ചു പിള്ളേർക്ക് കൊടുക്കുമ്പോൾ പൊടിച്ച് വെള്ളത്തിൽ കലക്കിയൊക്കെയാണ് കൊടുക്കുന്നത്. പിന്നെ നഖറൊക്കെ വെട്ടാമെന്ന് വിചാരിച്ചു. നഖറൊക്കെ ആണെങ്കിൽ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. വച്ച് ചൊറിയുകയാണെങ്കിൽ അവിടെ പിഞ്ച് കൊണ്ടുപോകും. അതുകൊണ്ട് എന്തായാലും നഖറ് വെട്ടി തന്നെ നല്ല നീളത്തിൽ പിന്നെ വരും, നല്ല കട്ടിക്ക് വരും, നല്ല ഉറപ്പായിട്ട്. അതുകൊണ്ട് ചൊറിയുമ്പം ദേഹം മുറിയെ തന്നെ ചെയ്യും. അതാണ് നമ്മൾ നഖറ് കുറച്ച് വളർന്ന് വരും മുമ്പേ അങ്ങ് വെട്ടി കൊടുക്കണം. നല്ല ഇറുത്തി അവർ ചൊറിയാണ് ചെയ്യുന്നത്. ഞാനും മോളും കൂടി ചെടിത്തോട്ടത്തിൽ പോയി ചെടി വാങ്ങാം, കുറച്ച് തൈകളൊക്കെ വാങ്ങാമെന്ന്. ഒരിടത്ത് പോയപ്പം നമ്മൾ ഗ്രാപ്സിൻ്റെ തൈ വാങ്ങണമെന്നാണ് ഉദ്ദേശിച്ച് പോയത്. ഒരിടത്ത് പോയപ്പം കുറച്ച് തൈകളൊക്കെ കിട്ടി. ഗ്രാപ്സിൻ്റെത് കിട്ടി. വള്ളിയാണ്, പടത്തണ ഗ്രാപ്സിൻ്റെത്. അല്ലാതെ ചെറിയ മറ്റേ ഉരുണ്ട മുന്തിരിയിലതും കിട്ടിയേ, അത് വാങ്ങിയിട്ട് വന്നു. പിന്നെ ഒരു ചെമ്പരത്തി, മോൾക്കൊരു ചെമ്പരത്തി വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിയിട്ട് വന്നു. അതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ അത് വന്നിട്ട് ഞാൻ 5 തൈ ഉണ്ട്. അപ്പോൾ ഞാൻ അതിന് മുമ്പേ ഒരു 3-4 ബക്കറ്റിൽ എല്ലാം എടുത്ത് മണ്ണൊക്കെ നിറച്ച് സെറ്റാക്കി വച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇന്ന് നടന്നത്, ഇന്ന് ഞാൻ കല്ലൊക്കെ ഇട്ട് ചുമ്മാ വെറുതെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരണതാണ്. അത് ചല്ലിയിട്ടിട്ട് അതിൻ്റെ മീതെ ചരുവിട്ട് അടുത്ത് മണ്ണ് നിറച്ച് അടുത്ത് ഈ ചാണകവും
വേപ്പും പിണ്ണാക്ക് എല്ല് പൊടിയിട്ട് മിക്സ് ചെയ്ത് 15 ദിവസം വച്ചിരുന്നിട്ട് വേണമെങ്കിൽ കൊന്ന ഇലയും അതിലിടാം. അങ്ങനെ 15 ദിവസം വച്ചിരുന്നിട്ട് മിക്സ് ചെയ്തതിനെ എടുത്ത് നമ്മൾ അതിൽ വീഴ്ത്തി, കരിയിലയിൽ വീഴ്ത്തി അങ്ങനെ എടുത്താണ് അടുത്ത് മണ്ണ് അതിൻ്റെ മീതെ ഇടണം. അതിൻ്റെ മീതെ അടുത്ത് ചെടി നട്ട് നമ്മൾ കൈയോരങ്ങൾ വേറെ 2 മണ്ണ്, കറുത്ത മണ്ണ്, ചുവപ്പ് മണ്ണ്, അങ്ങനെ ഇട്ട് 2-3 മണ്ണ് ഇട്ട് നമ്മൾ സെറ്റ് ചെയ്ത് എടുത്ത് വെള്ളവും വീഴ്ത്തി എടുക്കണം. അത് ഞാൻ ചെയ്യണ നല്ല പൊങ്ങാൻ പാടില്ല, ബക്കറ്റിൽ നിറയെ മണ്ണ് നിറയാൻ പാടില്ല. ഞാൻ അങ്ങനെ വയ്ക്കുന്നതിന് കാരണം കരിയിലയാണെങ്കിൽ താന്ന് പോവും. അപ്പം കുറച്ച് പൊങ്ങിയിരുന്നാലും അഴകത്തിരിക്കുന്ന അത് കരിയില അവിഞ്ഞ് പോകുമ്പോൾ താന്ന് പോകുമല്ലേ. അതുകൊണ്ടാണ് അങ്ങനെ ഇത്രയും മുകളിലാക്കി വെച്ചത്. കുറച്ച് താഴ്ത്തി തന്നെ വയ്ക്കണം. നിറയെ മണ്ണിടണ്ട, അതൊക്കെ നമ്മൾ മുകളിൽ ഓരോക്കെ ഇടാനുള്ളതല്ലേ. മോളാണെങ്കിൽ അവൾക്ക് എപ്പോഴും കൊഞ്ചണം പാപ്പുവിൻ്റെ അടുത്ത് പോയി. അവൻ ദൂരെ നിൽക്കുകയുള്ളൂ. അവൻ എന്തെങ്കിലും പറഞ്ഞ് പാപ്പുവിനെ കളി അടിക്കണം, ചിരിക്കണം, അങ്ങനെയൊക്കെ ഉള്ളൂ. അവളാണെങ്കിൽ പെയ് തടവി മുത്തി അങ്ങനെയൊക്കെ ഒരു പ്രകൃതമാണ് അവളെ സ്വഭാവം. മോളാണെങ്കിൽ ഇവിടെ വീട്ടിൽ നിൽക്കണമുണ്ട്, ഇപ്പം അവളുണ്ട്. ഓക്കെ, ബായ്. അടുത്ത വീഡിയോയിൽ കൂടെ കാണാം. ബായ്.